നമസ്കാരം. വടക്കൻ കേരളത്തിൽ ധനുമാസത്തിൽ ശനിദോഷം മാറുന്നതിന് വേണ്ടി നടത്തിവരുന്ന ആചാരവും അനുഷ്ഠാനവുമാണ് അയ്യപ്പൻ വിളക്ക്. വാഴപ്പിണ്ടി, കുരുത്തോല അങ്ങനെ ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് താൽക്കാലികമായി അമ്പലങ്ങൾ പണിത് അയ്യപ്പസ്വാമി, മാളികപ്പുറത്തമ്മ, വാവരസ്വാമി പ്രതിഷ്ഠ വെച്ച് ഉച്ചപൂജയോടുകൂടി ആരംഭിച്ച് പിറ്റേ ദിവസം പുലർച്ചെ വരെ നടത്തി വരുന്ന ഒരു ഉത്സവമാണ് അയ്യപ്പൻ വിളക്ക്. ഉച്ചപൂജ, അന്നദാനം നടത്തിയതിനു ശേഷം വെളിച്ചപ്പാടുകളുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ആരംഭിക്കുന്ന പാലക്കൊമ്പ് എന്ന ചടങ്ങാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ആദ്യത്തെ ചടങ്ങ്. ദാരിക നിഗ്രഹത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ളതാണ് പാലക്കൊമ്പിൻ്റെ ചടങ്ങ്. Come on.
എന്താണ് അയ്യപ്പൻ വിളക്ക് എന്നാണ്. ഈ അയ്യപ്പൻ വിളക്ക് പല രൂപത്തിൽ പല ഭാവത്തിൽ നടത്താറുണ്ട്. ശരിക്കും അയ്യപ്പൻ വിളക്ക് പറഞ്ഞാൽ കാല് വിളക്ക്, അരവിളക്ക്, ഒരു വിളക്ക്, അങ്ങനെയൊക്കെയാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ചിട്ട. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നടത്തുന്നത് അരവിളക്ക് എന്നാണ് ശരിക്കും അതിന് പറയുക. ഒരു വിളക്ക് എന്നൊക്കെ പറയുമ്പോൾ 5 അമ്പലം 6 അമ്പലം, അതുപോലെ പാലക്കൊമ്പന് ഇത്ര വെളിച്ചപ്പാടുകൾ വേണം, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇത് ഹൈന്ദവ ആചാരപ്രകാരം വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ, തുലാമാസം 1-ാം തീയതി മുതൽ നോലമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ നമ്മൾ മാല ഇട്ടിട്ട് ശബരിമലയ്ക്ക് പോകാനുള്ള ആചാരം ഹൈന്ദവ സമൂഹത്തിൽ ഉള്ളൊരു ആചാരമാണത്. അത് ഒരുപാട് ആളുകൾ ചിട്ടയോട് കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടുമ്പുറ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടായ്മ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐതിഹ്യം പറഞ്ഞാൽ അയ്യപ്പൻ്റെ ജനനം, അയ്യപ്പനും വാവരും. അപ്പോൾ വെട്ടുന്നതോടു കൂടിയാണ് ഇതിൻ്റെ ഈ അവസാന ഭാഗം വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കാലത്ത് ഒരു 6 മണിക്ക് അയ്യപ്പനെ കുടിവെപ്പ് കാര്യങ്ങൾ, അമ്പലങ്ങൾ ഈ വാഴപ്പിണ്ടി കൊണ്ടാണ് അമ്പലം ഉണ്ടാക്കുന്നത്. വെറും വാഴപ്പിണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് അമ്പലം ഉണ്ടാക്കും. വാഴപ്പിണ്ടി, മുളയുടെ ആണി ഉപയോഗിച്ചിട്ടാണ് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ അമ്പലം ശരിക്ക് ശബരിമല രൂപത്തിലുണ്ടാക്കുന്നവരുണ്ട്, അഷ്ടകോണിലുണ്ടാക്കുന്നുണ്ട്. അത് വാവരിക്കൊരമ്പലം, ഇപ്പോൾ മാളികപ്പുറത്തമ്മയ്ക്കൊരമ്പലം. ശരിക്കും ശബരിമലയുടെ അതേ ചിട്ടവട്ടത്തോട് കൂടിയിട്ടാണ് ഈ അമ്പലം പണി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് നടത്തിയിട്ട് അവിടെ ശുദ്ധി ചെയ്തതിന് ശേഷം കാലത്ത് ഒരു ഉദയത്തോട് കൂടിയിട്ട് അയ്യപ്പനെ കുടിവെപ്പ് കാര്യങ്ങളാണ്. കുടിവെപ്പ് കാര്യങ്ങൾ പിന്നെ ഉച്ചപൂജയുണ്ട്. ഉച്ചപൂജ അത് നടത്താറുണ്ട്. മാളത്തോട് കൂടിയിട്ട് ചെണ്ടവാദ്യം ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾ ഈ പൂജാരിയൊക്കെ ഉച്ചപൂജ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതിനുശേഷം ഒരു 4 മണിയോട് കൂടിയിട്ടൊക്കെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നാണ് പറയും. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ ദാരികാവതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാരികൻ്റെ തലയെടുത്തിട്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇപ്പോൾ അയ്യപ്പൻ വിളക്കിനെ പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂർ കണക്കിനെ പറ്റി വിശദീകരിച്ച് പറയാൻ, ഞാനിപ്പോൾ അതിൻ്റെ ഒരു രൂപം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അയ്യപ്പൻ വിളക്ക് പറഞ്ഞാൽ ഈ ദാരികാവതം പാലക്കൊമ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി ഒരു 4-5 വെളിച്ചപ്പാടുമാരുണ്ടാവും, താലം പിടിച്ച കന്യകമാരുണ്ട്, അതുപോലെ ചണ്ടവാദി ഉണ്ടാവും, ആന ഉണ്ടാവും, മറ്റെന്ത് വേണമെങ്കിലും അതിന് കൊഴുപ്പ് കൂട്ടാം. അതൊരു ആഘോഷം ആയിട്ട് നടത്തുന്ന ആളുകളുണ്ട്, ഇതുപോലെ ഒരു ചടങ്ങായിട്ട് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. വീട്ടിൽ നമുക്ക് വഴിപാട് പോലുള്ള ഇതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കുട്ടി ജനിച്ചാൽ ഒരു അയ്യപ്പൻ വിളക്ക് നടത്താം, അങ്ങനെ നടത്തുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെറിയ ചിട്ടയോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യും എന്നാണ്. ഇതൊക്കെ ആഘോഷ പരിപാടികളായിട്ട് കമ്മിറ്റികളും അമ്പലത്തോടനുബന്ധിച്ചിട്ടൊക്കെ ക്ഷേത്രങ്ങളനുബന്ധിച്ചിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം രാത്രി ഈ പാലക്കൊമ്പ് വന്നു കഴിഞ്ഞാൽ അതോടെ അവസാനിച്ച് പാലക്കൊമ്പ് അവിടെ നാട്ടി ദാരികാവതം വന്ന ദാരികൻ്റെ തല എടുത്തിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ പാലക്കൊമ്പ് അവിടെ കൊടുത്ത് നാട്ടിയതിന് ശേഷം രാത്രി പൂജാ കാര്യങ്ങളുണ്ട്, തായമ്പക മുതലായിട്ടുള്ള കാര്യങ്ങൾ. അതിന് ശേഷം അയ്യപ്പൻ്റെ ജനനം, എങ്ങനെയാണ് അയ്യപ്പൻ ജനിക്കുന്നത്, എങ്ങനെയാണ് ഈ അയ്യപ്പൻ ജനിച്ചതെന്നുള്ളത് ഈ അയ്യപ്പൻ പാട്ട് എന്നാണ് പറയുക. അത് ഒരു 2 മണിക്കൂറോ ഇരുന്ന് പാടി കഴിഞ്ഞാൽ എൻ്റെ ചിട്ടവട്ടത്തോടു കൂടി അയ്യപ്പൻ ജനിക്കുന്നു. അതോടുകൂടെ തന്നെ വാവരുടെ ജനനം കൂടി പാടും. അതിനുശേഷം വേട്ടവിളി, വാവർ ജനിച്ചതിന് ശേഷം വാവരടക്കം ഉണ്ടാവും വേട്ടവിളിക്ക് പോകുമ്പോൾ. ചില സ്ഥലങ്ങളിൽ വാവർ ഉണ്ടാവാറില്ല, പാലക്കൊമ്പന് തന്നെ വാവാറുണ്ടാവാറുണ്ട്. അതിൻ്റെ ഈ ഐതിഹ്യങ്ങൾ ഓരോ ഭാഗത്ത് ഓരോ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ശരിക്കും വാവർ ജനിച്ചു കഴിഞ്ഞിട്ടാണ് വാവർ വരാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ അയ്യപ്പൻ്റെ ജനനം പാടിക്കഴിഞ്ഞാൽ അതോടുകൂടെ തന്നെ വാവരുടെ ജനനം, വാവരെങ്ങനെയാണ് ജനിച്ചത് അത് നമ്മൾ പാടി വയ്ക്കുന്നുണ്ട്. വാവർ ജനിച്ചതിന് ശേഷം വേട്ടവിളിക്ക് പോകുമ്പോൾ വാവർ ഈ വെളിച്ചപ്പാടുമാരുടെ കൂടെ വാവറും ഉണ്ടാവാറുണ്ട്. നമ്മൾ വേട്ട വിളിച്ച് വന്ന് അതിന് ശേഷം പിന്നെ ഈ സാധാരണ ഈ നമ്മൾ പാടുമ്പോൾ അയ്യപ്പൻ്റെ ജനനം കഴിഞ്ഞാൽ ഈ ജാതക ഗണിതം കാര്യങ്ങൾ മുതലായൊക്കെ ഈ പാട്ടിൽ വരാറുണ്ട്. അത് കഴിഞ്ഞാൽ ഈ പൊലിപ്പാട്ട് എന്നാണ് പറയുക. പൊലിപ്പാട്ട് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പൊലിപ്പാട്ട് പറയുമ്പോൾ പിരിവിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പാട്ടുകാർക്ക് കുറച്ച് പൈസ കിട്ടും. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വെച്ചാൽ അയ്യപ്പൻ്റെ ജനനം ഇതൊക്കെ പാടി കഴിയുമ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കും. അപ്പോൾ അത് സമ്മാനം കൊടുക്കുന്നത് വെറുതെ ആരും കൊണ്ടേ കൊടുക്കില്ല. അപ്പോൾ അത് പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ഈ അയ്യപ്പൻ്റെ ജനനവും കാര്യങ്ങളൊക്കെ പാടി അവസാനിപ്പിക്കുക സമ്മാനം എന്നുള്ള രൂപത്തിൽ പൊലിപ്പാട്ട് മണിക്കൂറുകളോളം അത് പാടും. അതിന് ശേഷം തിരുവഴിച്ചിൽ കാര്യങ്ങളൊക്കെ നടക്കും. തിരുവഴിച്ചിൽ കഴിഞ്ഞാൽ വെട്ടുന്നിടമുണ്ട്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ശരിക്കും അതൊരു യുദ്ധമായിട്ടാണ് നടക്കുക. യുദ്ധം പറഞ്ഞാൽ അയ്യപ്പനും വാവരുമായിട്ട് യുദ്ധം നടക്കുന്നു. അതിന് ശേഷം ഇവരൊന്നിച്ചിട്ട് അയ്യപ്പൻ വാവരനോട് പറയുകയാണ്, എൻ്റെ വലത്ത് ഭാഗത്ത് കുടിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വലത്ത് ഭാഗത്ത് വാവർക്ക് ഇരിക്കാനുള്ളൊരു അമ്പലം. ഏത് അയ്യപ്പൻ വിളക്കിന് പോയാലും വാവർക്ക് ഇരിക്കാനുള്ളൊരു അമ്പലം അയ്യപ്പൻ്റെ വലത്ത് ഭാഗത്ത്. അതിപ്പോൾ നമ്മൾ ശബരിമലയിൽ
എരുമേലി പോയിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ വാവരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വലത്ത് ഭാഗത്ത് ഈ അയ്യപ്പനോട് കൂടി തന്നെ വാവരിക്കും എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. വാവരോടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് മാളികപ്പുറത്തമ്മയുണ്ട്. നേരെ ഈ അമ്പലം കയറ്റുമ്പോൾ നേരെ മുൻഭാഗത്ത് ശിവൻ, അയ്യപ്പൻ്റെ അച്ഛനാണല്ലോ, ശിവന് വേണ്ടിയിട്ട് അവിടെ പൂജ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കന്യക്കോടിയിലിട്ട് ഗണപതിക്ക് പൂജ ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു അയ്യപ്പൻ വിളക്ക് എന്നുള്ളൊരു ചടങ്ങുകൾ. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു വെച്ചാൽ അത് നമ്മുടെ ഹിന്ദു മത ആചാരപ്രകാരം, അത് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആഘോഷം. അതായത് അയ്യപ്പന് വേണ്ടിയിട്ട് എവിടേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ പരമാവധി ചെയ്യുന്നു. അയ്യപ്പൻ ആരാധന ഏതൊക്കെ രൂപത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിലൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട്. അഖണ്ഡനാമങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ നാട്ടുകളിലൊക്കെ. അത് അയ്യപ്പൻ വിളക്കായിട്ടല്ല, അത് അയ്യപ്പന്മാർ മാല ഇട്ട് കഴിഞ്ഞാൽ വ്രതശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അയ്യപ്പൻ വിളക്ക് എന്നുള്ളതിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളായിട്ട് പഴക്കമുള്ള ഒരുപാട്, എന്നെയൊക്കെ സംബന്ധിച്ചുള്ള 19 വയസ്സുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഉള്ളടക്കം മാത്രമേ അറിയുള്ളൂ. ഇത് ശരിക്കും പറയാൻ ഈ പണ്ടൊക്കെ ഒരു വിളക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ദിവസമൊക്കെ നീണ്ടു നിന്നായിരുന്നു അയ്യപ്പൻ വിളക്കുകൾ. ഒരു ദിവസം കൊണ്ട് അവസാനിക്കാത്ത രൂപത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്ന് ആഘോഷ കമ്മിറ്റികൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇത് അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകൾ. അതിൽ എന്തൊക്കെ കൊഴുപ്പ് കൂട്ടാൻ ചെയ്യുന്നോ അതൊക്കെ അയ്യപ്പൻ വിളക്കിന് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറുമ്പോൾ അതിനനുസരിച്ച് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പൻ എന്താണ്, അയ്യപ്പൻ്റെ ജനനം എന്താണ്, അയ്യപ്പൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശരിക്ക് ഒരു സിനിമ കാണുന്നത് പോലെ ഇവിടെ തുറന്നടിച്ച് ജനങ്ങളുടെ ഇടയിൽ തുറന്ന് കാണിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കാണിക്കുന്നതാണ്. കാലത്ത് 6 മണി മുതൽ തുടങ്ങിയാൽ പിറ്റേ ദിവസം 6 മണി വരെ ഈ അയ്യപ്പൻ വിളക്ക് എന്നുള്ളൊരു കല ഒരു ദിവസം ഫുള്ളാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു സ്ഥിതികൾ. ഇനി സന്ധ്യയോടുകൂടി വെളിച്ചപ്പാടുകൾ പാലക്കൊമ്പുമായി ഊരുവലം വെച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ദീപാരാധന കഴിഞ്ഞ് അടുത്ത ചടങ്ങായ തായമ്പക ആരംഭിക്കുന്നു.
പദം തായമ്പക കഴിഞ്ഞാൽ പന്തൽ വർണ്ണൻ എന്നതാണ് അടുത്ത ചടങ്ങ്. ഉടുക്ക് എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് അയ്യപ്പചരിതം വർണ്ണിക്കുന്നതാണ് ആ ചടങ്ങിൻ്റെ രീതി. അഖണ്ഡ യജ്ഞങ്ങളിൽ കനൽച്ചാട്ടം എന്നൊരു ചടങ്ങിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ചടങ്ങാണ് അടുത്തത്. തിരിയൂഴ്ചൽ എന്നാണ് ആ ചടങ്ങിൻ്റെ പേര്. വെളിച്ചപ്പാടുകൾ ദേഹമാസകലം എണ്ണ തേച്ച് തീപ്പന്തങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്.
അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പൊലിപ്പാട്ടാണ്. ആക്ഷേപഹാസ്യമാണ് പൊലിപ്പാട്ടിൻ്റെ അവതരണ രീതി. അയ്യപ്പസ്വാമിയുടെ ജനനം മുതലുള്ള ചരിതങ്ങൾ വർണ്ണിക്കുകയാണ് പൊലിപ്പാട്ടിലൂടെ നടത്തുന്നത്. അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വെട്ടും തടവാണ്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം ഹാസ്യരീതിയിൽ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ രീതി. അയ്യപ്പനും വാവരും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറി അവർ സൗഹൃദം ആരംഭിക്കുന്നതോടുകൂടി വെട്ടും തടവും സമാപിക്കുന്നു. അതിനുശേഷം ഗുരുതിയോടുകൂടി അയ്യപ്പ വിളക്ക് സമാപിക്കുന്നു.
ഓൻ വന്നിട്ട് നമ്മളെ മക്കൾ നമ്മളെ കുറിച്ച് കൊടുത്തപ്പോൾ ആരും കാണാൻ പെരുങ്ങളെ ഈ പകലെ കൊണ്ട് മടുത്തു നമ്മള് വീട് നടക്കണമെന്ന് നീക്കാൻ വിചാരിച്ച കണ്ടോ കണ്ടോ തളപ്പോളോ വെള്ളം കുടിക്കാൻ മതി തളപ്പോളോ ഇത് കൗങ്ങാനായി വെള്ളം കുടിക്കാം നേരെ പിടിച്ചോ പറ്റില്ല ഈ രണ്ടോട്ടെ കൂടെ കഴിക്കുന്നുണ്ട് ചോളത്തോട്ടെ കൂടെ കഴിക്കുന്നുണ്ട് മതി മതി അത് ഇപ്പൊ ചൂട്ടക്കെട്ടി കൊടുക്കാൻ കാലത്ത് പള്ളിക്ക് വാങ്ങി കൊടുക്കറേ ഇപ്പൊ ഇപ്പൊ എന്തിനാ കണ്ണാൻ വേണ്ടിയാ കൂടെ പോവാ എവിടെയോ അതിനെ കുറച്ചും വരെ മാറുന്നുള്ളൂ അപ്പൊ വന്നു ആള് പൊഴിഞ്ഞിട്ട് കൊള്ളുകാരെ പോലെ ആയിട്ടില്ലേ പുതിയ മതിയായിട്ടില്ലേ
കൊടുക്ക് ഓന് കൊടുക്ക് ഓന്റെ കയ്യിൽ മതി നമുക്ക് കുറെ കോഴിക്കുട്ടികളെ അരെ കെട്ടിട്ട് കിരി 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 നിങ്ങളൊന്നും മുന്നോട്ട് ഇതുണ്ടോ നമ്മള് നോക്കട്ടെ ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ചാക്കിലിട്ട്